എല്ലാവർക്കും നമസ്കാരം. ഏതൊരു വ്യക്തിയുടെയും മനസ്സിനെയും അയാളുടെ ശരീരത്തെയും തളർത്തുന്നതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ആചാര്യൻ ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞിരിക്കുന്നത്. കാന്താവിയോഗ സ്വജനാപമാന രണസ്യ ശേഷ കുനൃപസ്യ സേവ ദരിദ്രഭാവോ വിഷമാ സഭാച്ച വിനാഗ്നിനൈതേ പ്രദഹന്തി കായം എന്നാണ്. അതായത് കാന്താവിയോഗ, ഭാര്യയുടെ വിയോഗം, ഭർത്താവ് ജീവിച്ചിരിക്കെ ഭാര്യ മരിക്കുക. അതുപോലെ തന്നെ സ്വജന അപമാന, സ്വന്തം ജനങ്ങളിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് അപമാനം ഒരു പുരുഷന് ഏൽക്കുക. അതായത് മക്കളായിക്കോട്ടെ, അതല്ലെങ്കിൽ ഭാര്യയുടെ ആയിക്കോട്ടെ, ഒക്കെ നിന്ദകൾ ഒരു പുരുഷനേറ്റാൽ അത് അയാളുടെ ആരോഗ്യത്തെയും മനസ്സിനെയും തളർത്തും. ഋണസ്യ ശേഷക, കടബാധ്യത. എപ്പോഴും ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ടെൻഷനാണ്. അതും ദാരിദ്ര്യവും ഒരു മനുഷ്യൻ്റെ മനസ്സിനെ തളർത്തുന്നു, അയാളുടെ ആരോഗ്യത്തെ ക്ഷയിക്കുന്ന അല്ലെങ്കിൽ നശിപ്പിക്കുന്ന ഒരു ഘടകമാണ്. കുനൃപസ്യ സേവ, അതായത് ദുഷ്ടൻ്റെ വീട്ടിലെ ദാസ്യവേല, അതായത് ദുഷ്ടനോടുള്ള സൗഹൃദം തന്നെ ദുരിതമാണ്. അപ്പോൾ അയാളുടെ വീട്ടിലെ ദാസ്യവേല, അതായത് പണിയെടുപ്പിച്ച് നമ്മളെ നശിപ്പിക്കും. അത് നമ്മുടെ ആരോഗ്യത്തെയും മനസ്സിനെയും നശിപ്പിക്കുന്ന ഒരു വസ്തുവാണ്. അതുപോലെ തന്നെ ദരിദ്രഭാവോ വിഷമാ സഭാച്ച വിനാഗ്നി നൈതേ പ്രദഹന്തികായം. അതാണ് പറയുന്നത്. ഇങ്ങനെയുള്ള 3-4 കൂട്ടം കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും തളർത്തിക്കളയും. നമസ്തേ.